പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഏതിപ്പോൾ രാവിലെയാണോ അത് തന്നെ രാവിലെയാണ് ഒരു പാവാട നമുക്ക് പ്ലീറ്റ് ഇട്ട് ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ചേച്ചിനെ കൊണ്ട് ചെയ്യിക്കാന്ന് കരുതിയിട്ട് പാവാട എല്ലാം വെട്ടിക്കൊടുത്ത് പ്ലീറ്റ് ഇടാനായിട്ട് നമുക്ക് അത് സത്യം പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എത്ര ഇഞ്ചിൽ എടുക്കണമെന്ന്. ആകെപ്പാട് ആദ്യം ഒരു 2-3 പ്ലീറ്റ് ഇട്ടാലേ എന്നിട്ട് ഒരു സെറ്റ് ആവുള്ളൂ. അങ്ങനെ എല്ലാം മാർക്കൊക്കെ ചെയ്ത് കൊടുത്ത് സിബ് ഇടാനുള്ള സ്ഥലമൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്ത് കൊടുത്താട്ടോ. അത്രയും വിട്ടിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. സിബും കൂടി ഇട്ടാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ പാവാട ഏൽപ്പിച്ചിട്ട് ആ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ കുഞ്ഞിനൊരു ഉടുപ്പും കൂടി തയ്ക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ചേച്ചീനെ വിളിച്ചിട്ട് കൊച്ചിൻ്റെ ഫ്രോക്കിന് എന്തോ ഒരു ഇറക്കം വേണമെന്ന് ചോദിച്ചിട്ട് അവർ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചോർത്തു തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഞങ്ങൾക്ക് ഈ ചേച്ചീനെ കൊണ്ട് ആ പ്ലേറ്റൊക്കെ ഇടിപ്പിച്ച് എല്ലാം സെറ്റാക്കി ചേച്ചിക്കുള്ളത് കൊടുത്തിട്ടൊരു പരിപാടിക്ക് പോകണമായിരുന്നു. ഒരു മാമോദീസം ഉണ്ടായിരുന്നു കേട്ടോ, അതിനൊന്ന് പോകണം. അപ്പോൾ കുറേ സമയമായി നാൻസി ഒന്ന് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം സംശയം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈനിങ് ഇട്ടേക്കുന്ന ക്രേപ്പാട്ടോ. ക്രേപ്പ് ഉൾപ്പെടെയാണ് പ്ലേറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ധാവണിക്ക് നമ്മൾ ലൈനിങ്ങും പ്ലേറ്റ് ഇടുമ്പോഴേ ആ ഒരു പൊന്തി അങ്ങോട്ട് കിടക്കുള്ളൂ. പക്ഷെ ആ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയും പൊന്തൽ വേണ്ട. മാമോദിസയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയേക്കുവാണ്. മണി 1 മണിയായി. അവിടെ എല്ലാവരും പോയിക്കാണോന്ന് തമ്പുരാനറിയാം. നാൻസിനോട് വേഗം ഒരുങ്ങിക്കോ, ഞാൻ ഒരുങ്ങാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴത്തോട്ട് വന്നിട്ട് ഒരുങ്ങിയിട്ട്. അപ്പം അമ്മ ഇവിടെ ഉച്ചത്തേക്ക് കറി വെച്ചേക്കുന്ന ഇതൊക്കെയാണ്: മീൻകറി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്. ഞാൻ സമാധാനം കൊടുക്കാണ്ട് വിളിച്ചോണ്ടിരിക്കുക. സമയമില്ല വേഗം അങ്ങനെ കാണിച്ച് നിന്നപ്പോൾ വേഗം ഉടുപ്പൊക്കെ മാറിയിട്ട് വരുവാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിനെയാട്ടോ ചേച്ചി നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ആദ്യമായിട്ട് കാണുവാണല്ലോ, നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കുറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഫസ്റ്റ് ക്രൈയിൽ കുഞ്ഞിനൊരു മാമോദിസയ്ക്ക് പോവുകയാണല്ലോ. അപ്പോൾ കൊച്ചിന് ഉടുപ്പ് മേടിക്കാനായിട്ട് ഫസ്റ്റ് ക്രൈ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നിട്ട് അങ്ങനെ സ്പെഷ്യലി മെൻഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ പിള്ളേർക്കൊന്നും? എങ്ങനെയാ റേറ്റ് ഇതിനായിരുന്നു? കിയാറയ്ക്ക് വാങ്ങിയ ചെരുപ്പ് അതല്ലേ? ഇതൊക്കെ എന്നാ ഇച്ചിരി ഉള്ളു. ഇത് കാണാം. അല്ല, ഇത് ഏത് നീളത്തിലുള്ള കൊച്ചുങ്ങൾക്ക്? അത് ഏറ്റവും ചെറുതിനെ മതിയോ? ഇത് എടി നമുക്ക് സമയമില്ലാട്ടാ, വേഗം വാ. ഇതേ കുഞ്ഞൊക്കെ കിടപ്പുണ്ട്. വലുതായപ്പോ വേണ്ട ബാ പോകാം. ഇതാ ജിമ്മിച്ചു ആണ്, ജിമ്മിച്ചു പോലത്തുണ്ട്. നീ തന്നെയല്ലേ അവിടെ പോയി നിൽക്കണം സ്റ്റക്കായി. ഭയങ്കര വലുതാടി, ഇച്ചിരി ചെറുത് പിടിയടി. ഇത് ഏത് കാലത്തിടാന്? കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് മേടിക്കുന്നത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു മോഡൽ എന്താണ് ഒരു 10-12 കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ഞാൻ എന്റെ സങ്കല്പത്തിൽ ഈ ഉടുപ്പ് ഇഷ്ടം പോലെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചെരുപ്പൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കും. അതൊരു 1-1.5 വയസ്സിന് ഉദ്ദേശിച്ചാണ് മേടിച്ചേക്കുന്നത്. നൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ 795 നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, ക്യൂട്ട് ഉടുപ്പുകൾ. പോക്കറ്റൊക്കെ ആയിട്ട്. എടി ആ മഞ്ഞ ഷൂ കണ്ട, ആ മഞ്ഞ പച്ചയൊക്കെ കണ്ട, അതാ ഞാൻ ചോദിച്ചത്. അവള് കൊണ്ടുപോകുന്നില്ലടി. എടി തൈ ചെയ്തെടുത്താണോടി? ആ പിന്നെ ഇത് ഈ മെറ്റീരിയൽ തന്നെയല്ലേ ഇത്? ആ അതുപോലത്തൊരു വേറെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണോ? എല്ലാം കണക്കാ. അക്കരപ്പച്ചയാണ്. ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് ഇഷ്ടപ്പെട്ടു. അവരുടെ
തീം പച്ചയുടെ പല പല നിറങ്ങളായിരുന്നു. കറക്റ്റ് മാച്ച് ആയിട്ടാണ് നാൻസി ഡ്രസ്സ് ഇട്ടേക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ എല്ലാം തീർന്ന് എല്ലാവരും പോകാറായി. പിന്നെ വേഗം നമ്മൾ ഇച്ചിരി ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരാൾക്കൊരു മെറ്റീരിയൽ നോക്കാനുണ്ടായിരുന്നു. ആദ്യം നമ്മൾ സ്വപ്നയും വന്ന് നോക്കി, കിട്ടിയില്ല. ഒരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡായിരുന്നു വേണ്ടത്. അവിടെ ബ്ലൂവിന്റെ ഒരു അംശമേ ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ വന്ന് നോക്കിയപ്പം ഈ ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഭംഗിയുള്ളൊരു ബ്ലൂ ഒന്നുമല്ല. അതുകൊണ്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു. അത്ര എടുപ്പൊന്നും ഇല്ലാത്തൊരു ബ്ലൂ ആണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, ഞങ്ങൾ തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനം കൂടി, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോകാനായിട്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സാരിയുടെ പ്ലേറ്റ് എടുക്കാനുള്ള ഭംഗപ്പാടാണ്. പള്ളിയിൽ കുർബാന തുടങ്ങി, പാട്ട് ഇവിടെ കേൾക്കാം. ഓർഗൻസ സാരി ആയതുകൊണ്ട് നേരത്തെ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് അത് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ കിടന്നോളും. അയൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൊന്തിയൊക്കെ കിടക്കും കേട്ടോ. അതുകൊണ്ട് അയണൊക്കെ ചെയ്ത് നാൻസി വേഗം ഒരു വിധത്തിലൊക്കെ എടുത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ചാപ്പൽ പോലെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് പ്രദക്ഷിണമായിട്ട് നമ്മുടെ യഥാർത്ഥ ഇടവകയിലോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ടാബ്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. സ്ഥിരം ഓരോ സ്ഥലമുണ്ട് ടാബ്ലോ ഉള്ള സ്ഥലങ്ങൾ. അവിടുത്തെ ടാബ്ലോ ഈ പ്രദക്ഷിണം പോകുന്നവരൊക്കെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിലെ പുണ്യാളത്തെ, കൊച്ചു ത്രേസ്യ പുണ്യാളത്തെ. പണ്ട് വേറൊരു സൈസ് വണ്ടിയായിരുന്നു കേട്ടോ. സ്ഥിരം വർഷങ്ങളായിട്ട് ആ ഒരു ഡിസൈൻ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്തവണ ഒരു വെറൈറ്റി ആക്കിയിട്ട് റോസാപ്പൂ വെച്ചേക്കും കേട്ടോ. റോസാപ്പൂവിന്റെ അകത്താണ് പുണ്യാളത്തിനെ വെച്ചേക്കുന്നത്. കടന്നു പോകുന്ന വഴിയിലൊക്കെ ഈ മരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തട്ടും. അതുകൊണ്ട് കുറച്ച് പേരിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നടക്കും. ഇവരൊക്കെ എന്തൊരഭിനയാണോ, കണ്ണൊന്നും അടയ്ക്കാണ്ട് കൊണ്ടിങ്ങനെ മിഴിച്ചു തന്നെ നിൽപ്പുണ്ടായിരുന്നു. കണ്ണടച്ച് നിൽക്കണോ കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ ഭാഗ്യ. അതുകൊണ്ട് സുഖമായിട്ട് കണ്ണടച്ചൊക്കെ നിൽക്കുക, ആരും കാണണ്ടല്ലോ. അങ്ങനെ നമ്മൾ പുണ്യാളത്തിനെ കൊണ്ടുവന്ന് കയറ്റി പ്രദക്ഷിണമൊക്കെ വന്ന് ഈ ഒരു സാധനം ഉണ്ടല്ലോ, നല്ല രസമായിട്ട് ഇത് പൊട്ടിക്കുന്നത് കാണാനായിട്ട്. അമ്മ ഇതേപോലെ, അമ്മ ഇങ്ങനെ അടിക്കലാണല്ലോ അമ്മയുടെ പരിപാടി. അപ്പോൾ തിരിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അമ്മ പറയും, ദൈവമേ എന്തൊരെല്ലാം ബാക്കിയായിട്ടാണ് ഇട്ടാക്കണത്, അത് എന്ത് സാധനമാണോ പൊട്ടിക്കണത്, കുറേ പേപ്പർ അവിടെ വിതച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. അതേപോലെ ഈ സാധനമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നല്ല രസമാണത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ കിടന്ന് അങ്ങോട്ട് പറക്കും. അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ ഇത് തലേ ദിവസം കേട്ടോ. യഥാർത്ഥ പെരുന്നാൾ ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ നാൻസിയുടെ ഡ്രസ്സ്, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാരി ഡിസൈൻ ചെയ്തതാണിത്. പിന്നെ കിയ ഇട്ടേക്കുന്നത് നമ്മുടെ സ്ഥിരം ആ പണ്ടത്തെ ഡ്രസ്സ് തന്നെ. ഒന്ന് തയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. എല്ലാം ഒരു ചട്ടപ്പടയെന്നുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ പള്ളിയിൽ എല്ലാവരും പോയിട്ടോ. ഞങ്ങൾ അവിടെ കുറേ നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ പരിപാടി ഏകദേശം ഒതുങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും വാങ്ങാമെന്ന്. അങ്ങനെ അത് വാങ്ങി കഴിച്ചു കേട്ടോ. ഇങ്ങനെ ഒരിടത്തും ഒന്നും ഇരിക്കാനോ നിൽക്കാനോ പറ്റാണ്ട് ഓട്ടം തന്നെ ഓട്ടം. രാവിലെ തുടങ്ങിയിട്ടുണ്ട്, രാത്രി ആവണത് എങ്ങനെയാന്ന് ഒരു പിടിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. എനിക്കൊരു ഉടുപ്പാണ് ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താകുമെന്ന് അറിയത്തില്ല കേട്ടോ, ഇതൊരു പരീക്ഷണമാണ്. ഈ മെറ്റീരിയലിൽ 14 ഓവറല്ലേ, എന്റെ ആവശ്യമുണ്ടോ? ഞാൻ ആ സാരിക്ക് വേണ്ടി വാങ്ങിച്ചൊരു തുണിയുണ്ടല്ലോ, വെൽവെറ്റ് ഓർഗൻസ എന്നാണ് ഇതിനെ പറഞ്ഞത്. ഒരു മെറ്റീരിയൽ ശരിക്കും ഒരു വെൽവെറ്റി തൊടുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇതിന്റെ പുറമെ നമുക്ക് കാണുമ്പോഴേ. പക്ഷെ ഓർഗൻസയുടെ ആ ഒരു രീതികളൊക്കെയാണ്. ഭയങ്കര പാടാണ് എന്റെ പൊന്നു. ഇത് തയ്ച്ച കഥ ഓർത്തുണ്ടല്ലേ, എനിക്ക് യഥാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അലമുറയിട്ട് എനിക്ക് വിഷമം കൊണ്ട് വരായിരുന്നു. അയ്യോ ശരിയാകുമോ, നാൻസിക്കാണെങ്കിലും തയ്ച്ചിട്ട് ശരിയാകണമല്ലോ, ഭയങ്കര പാടായിരുന്നു. ഇതൊന്ന് വെട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ കോലം വല്ലാത്ത കോലമായി പോവുമായിരുന്നു തുണിയുടെ. നമുക്ക് വെട്ടുന്ന രീതിയിലല്ലേ പിന്നെ അത് കിട്ടുന്നത്. നല്ലതാ മോളെ. വെട്ടിക്കഴിഞ്ഞപ്പോ അത് ചളക്കോ പൊളക്കോന്ന് പറഞ്ഞ് കിടക്കുവോ തോണി. ഇതിന് ഞങ്ങളൊരു ബുദ്ധി കണ്ടുപിടിച്ചിട്ടുണ്ട്, നടക്കുവാന്നറിയില്ല. ഉദ്ദേശിച്ചിരിക്കുന്നത് പലാസോ പാന്റും ക്രോപ്പ് ടോപ്പും ഒരു ഷ്രഗ് പോലെ. ഷ്രഗ് ഇങ്ങനെ ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒരു ബട്ടൺ പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടത്തില്ലേ, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷ്രഗ് ആയതുകൊണ്ട് ഫുൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടണം കേട്ടോ. നമ്മുടെ നെക്ക് ഒരു വി പോലെ, ഒരു വൈഡ് ഇങ്ങനെ നല്ല ഇറക്കിയിട്ടുള്ള ഒരു വി പോലെ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വശം മുഴുവൻ കണ്ടിച്ച് വിട്ടിട്ട് ചുമ്മാ സൈഡ് അടിച്ചെടുത്താൽ മതി. അത് അടിച്ചെടുക്കുമ്പോൾ ഈ മെറ്റീരിയൽ ഇതുപോലത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഈ ഫ്യൂസിംഗ് ടേപ്പ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചായിരുന്നല്ലോ, ഇങ്ങനെ സെല്ലോ ടേപ്പ് പോലിരിക്കുന്ന സാധനം, അത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഫ്യൂസിംഗ് ടേപ്പിന്റെയും കൂടി ഒരു കട്ടി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് 2 മടക്ക് വെച്ച് അടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്തെടുത്തത്.
പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കൊളുത്തി വെക്കുന്ന രീതിയിലാണ് അത് വെട്ടിയെടുത്തത്. അതായത് ഒരു ബട്ടൺ ഇങ്ങനെ ഇടുന്ന പോലെ. അങ്ങനെ ഇട്ടിട്ട് ഒരു രസമില്ല, അതിന്റെ മഹാവൃത്തികേട്. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ വെട്ടിയേക്കുന്ന രീതി എന്താണെങ്കിലും മാറ്റം വരുത്തണമല്ലോ. പിന്നെ അതെല്ലാം അഴിച്ചു പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഒന്നും കൂടി വെട്ടി. നല്ല പണിയായിരുന്നു. ഇതെന്തെങ്കിലും ആകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത് കൊളായിക്കോട്ടേ ഇരിക്കുകയാണ്. ഇതെന്താകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇതില് അത് എന്റെ എല്ലാ ഐഡിയയും ഫ്ലോപ്പാ. പച്ച മാറ്റിയിട്ടേക്കുവാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത് അടുത്ത ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കണ ഐഡിയ. അമ്മ ഒന്ന് മായടച്ച് മിണ്ടാതിരിക്കാൻ എന്ത് തരണം. പക്ഷെ തളർത്തിക്കൊണ്ടിരിക്കുക സൈഡിൽ നിന്ന്. ഇവിടെ അത് നടക്കൂലേ, ഇത് കണ്ടില്ല, അതിന്റെ രീതിയെ ശരിയല്ല. അത് വെച്ചപ്പോ തന്നെ അത് ഉരുകിപ്പോയത് എങ്ങനെയാടി? ഊറിപ്പോയി തുണി. ദൂരം കഷ്ടപ്പെട്ട് ചെയ്തതാ. ഇനിയിപ്പോ എന്നാ ചെയ്യണ്ടത്? ഫ്യൂസിങ് എവിടെ? അകത്താണോ പുറത്താണോ വെക്കേണ്ടത്? പുറത്താ. സാധാ തെപ്പോട്ടി തെച്ചാ മതിയായിരുന്നു. അത് അത്രയും ചൂടാക്കാൻ വേണ്ടി വെക്കരുതായിരുന്നല്ലേ? അല്ലെങ്കിൽ വെള്ളം ചീറ്റണമായിരുന്നു അതിനകത്തുനിന്ന്. വെള്ളം ചീറ്റിയല്ല. ഇല്ല, വെള്ളം വന്നില്ലല്ലോ. പിന്നെ എന്തോരം വെള്ളം വന്നത്? ഞാൻ കുറെ തവണ ചീറ്റിച്ചിട്ടാ വെച്ചത്. അത്ര നേരം എടുത്ത് ചെയ്ത സാധനം അവസാനം അത് കീറിയും പോയി തേച്ചപ്പ. കറക്റ്റ് സമയത്താ ഫ്യൂസിങ് ടേപ്പ് മേടിച്ചത്. അത്ര ഒരു ഉറപ്പുണ്ടോ നാൻസി? നീ എന്തായാലും ഇന്ന് മാത്രം ഇത് ഇടുകൊള്ളെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് നീ ഒരുപാട് ഉറപ്പൊക്കെ നോക്കണത്? ഇത് ഒന്നും ചെയ്തിട്ടും കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ദിവസം ഇടാനായിട്ട് അല്ല, ഞാൻ എപ്പോഴും ഇടും. എല്ലാ ദിവസവും ഇനി ഇത് ഇടണ്ട. അടുക്കളയിൽ കയറാമ രാവിലെ ഇവിടെ നടന്നതൊന്നും ചിത്രീകരിക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. എന്റെ പൊന്നെ, എന്തോണ് കയ്യൊക്കെ അടിച്ച് മടക്കിയടിച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ, ഇട്ട് നോക്കുമ്പോ ഒരുമാതിരി എന്തൊരു വൃത്തികേട്. അത് കാണുന്നതോടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ആകപ്പാടെ എനിക്ക് ഇടാൻ പറ്റുമോ എന്നുള്ള രീതിയിലായി പോയി. മഹാവൃത്തികേടെന്ന് വെച്ചാൽ കയ്യൊക്കെ ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയോ കടിച്ച് എങ്ങനെയാ കടിച്ചതെന്ന് ഒരു ബോധവും ഇല്ല. അങ്ങനെ പിന്നെ വൃത്തികേടൊക്കെ മറയ്ക്കാനായിട്ട് ഇച്ചിരി വർക്കൊക്കെ ചെയ്ത് കൊടുത്തോട്ടെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് കിയാരം ഒന്ന് പാസ് ചെയ്ത് പോയതിൻ്റെയാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ മുഴുവൻ എല്ലാം തലവഴി തൂവിയിട്ട് പിന്നെ നമ്മൾ ഒരുവിധം പള്ളിയിലെത്തി സമയത്ത്. അങ്ങനെ എത്തി. ഇതാണ് നാൻസിയുടെ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നമ്മളത് ഇട്ടിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ, ഷോർട്സ് ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അവളുള്ളത് കിയാരയുടെ. പിന്നെ കഴിഞ്ഞ ദിവസം തയ്ച്ചത് കിയാരയ്ക്ക് ഇത്തവണ ഇല്ല, ക്രിസ്മസിന് നമുക്ക് തയ്ച്ചായിരുന്നല്ലോ. അതുകൊണ്ട് ഇത്തവണ കിയാരാണ് ഞങ്ങൾ തന്ത്രപൂർവ്വം ഒഴിവാക്കി. തയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, മെറ്റീരിയലൊക്കെ സെറ്റാക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇതുപോലെ പലാസപ്പനൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ലഭ്യത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. നമ്മൾ സ്ഥിരം ഇടുന്ന ഒരു രീതി അല്ലായിരുന്നല്ലോ. പിന്നെ പ്രദക്ഷിണത്തിന് പോയില്ല കേട്ടോ, ഈ വെടിക്കെട്ടൊക്കെ കാരണം ഈ നിലത്ത് നിൽക്കുന്നേ ഇല്ല, എൻ്റെ മേത്ത് തന്നെ കയറുമോ. കുറേ ദൂരം പോകാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ എടുക്കാനുള്ള ആവതില്ല. രാവിലെ മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള അലമ്പായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രദക്ഷിണത്തിന് പോലെ കുറച്ച് നേരം ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനപൂർവ്വം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ കപ്പയും മുളക് ചമ്മന്തി ആയിരുന്നു. വർഷങ്ങളായിട്ട് പെരുന്നാളിന്റെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ എന്തിടുമെന്നുള്ള അതാണ് മെയിൻ വിഷയം. പണ്ട് മുതലേ നാൻസിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. പണ്ട് മുതലേ ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പുതിയത് വേണം. എന്നിട്ട് അമ്മയുടെ സാരി അലമാരിന്ന് തപ്പിയെടുത്ത് അമ്മേനെ കൊണ്ട് തയ്പ്പിക്കും. ഇവള് 10 വർഷമല്ലേ അയാൾ തയ്ക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ അമ്മയായിരുന്നു. അപ്പൊ അന്നത്തെ ആ ദിവസത്തെ പരിപാടി എന്നുള്ളത് ആ പെരുന്നാളിടാനുള്ള ഉടുപ്പ് തയ്ക്കലായിരിക്കും. അല്ലാണ്ട് ഭക്ഷണമൊക്കെ ഭയങ്കര ഷോക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ആ പ്ലേറ്റ് ഇട്ട് വെച്ചായിരുന്നല്ലോ, ലൈനിങ് അടക്കാല്ലേ പ്ലേറ്റ് ഇട്ട് വെച്ചത്, അത് മുഴുവൻ അങ്ങോട്ട് അഴിച്ച് അത് ചേച്ചിയാണ് ചെയ്തത്. ചേച്ചിയുടെ 1/2 ദിവസത്തെ പണിയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടേ ഭയങ്കര പൊന്തൽ വെച്ച് നോക്കിയിട്ട് അപ്പം ആ ചേച്ചി ഇട്ടില്ലെങ്കിലോ, നല്ല പൊന്തലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് അഴിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മയുടെ പാവാടയുടെ പ്ലേറ്റ് ഒന്ന് ഇടണം. സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം സ്റ്റീമേൺ ഉപയോഗിച്ച് കരിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭയമുണ്ട് കേട്ടോ അയൺ ചെയ്യാൻ. റഫായിട്ട് തുണിയിൽ അയൺ ചെയ്ത് നോക്കിയിട്ട് വേണം മെയിൻ ക്ലോത്തിൽ വെക്കാൻ. എന്നാ പറ്റിയ 2 ഇഞ്ച് കൂടുതലുണ്ട്. 2 ഇഞ്ച് കൂടുതലുണ്ടാ?
2 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അത് കുറയ്ക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാവാടയുടെ പ്ലേറ്റ് കണ്ടല്ലോ ഇപ്പൊ നല്ല ഒതുക്കമുണ്ട്. അപ്പൊ അകത്തിടുന്ന തുണി നമ്മൾ ഇതേപോലെ ചുമ്മാ ഒന്ന് എയർലൈൻ വെട്ടിയിടുന്നതായിരിക്കും നല്ലത്. എയർലൈൻ അല്ല, ഇങ്ങനെ എന്തോ ഇങ്ങനെ പ്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒതുങ്ങി കിടന്നോളും. അപ്പൊ നമ്മളത് അയൺ ചെയ്യാനായിട്ട് എടുത്തിട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തുണിയിൽ എനിക്ക് തോന്നുന്നത് സ്റ്റീമേണൊന്നും വെക്കാൻ കൊള്ളത്തില്ലാത്ത തുണിയായിരിക്കും അത്. വെച്ചപ്പോ തന്നെ അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. കീറല് ശരിക്കും അത് വീഡിയോയില് ശരിക്കും കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അകത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി കീറിപ്പോകുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അത്ര പിന്നെ അത് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോഴത്തെ ആ ഒരു ഇത്. ശരിക്കും അങ്ങോട്ട് കീറിയായിരുന്നു കേട്ടോ. അത് പിന്നെ ആ ഫ്യൂസിംഗ് ഡേ പൊട്ടിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ ഇതേപോലെ നമുക്ക് ഊട്ടകൾ വന്നാൽ അതുകൊണ്ട് മറയ്ക്കാന്ന്. അത് ഇത്ര പെട്ടെന്ന് പ്രാവർത്തികമാക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം ഒരു വിധത്തിൽ അയൺ ചെയ്തെടുത്ത് പാവാട അതിന് സിബ് വെക്കണം. സിബ് വെച്ചപ്പം പിന്നെ ഒരു അബദ്ധം പറ്റി തിരിഞ്ഞു പോയി കേട്ടോ. ഇതുപോലെ തലതിരിഞ്ഞാണോ പോയത് കഴിഞ്ഞ ദിവസം ചേച്ചിക്ക്? അതെ, സെയിം സാധനം നാൻസിക്കും പറ്റി. പുള്ളിക്കാരത്തി അത് ഭയങ്കര പാടുപെട്ട് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആണ്ട്രാ തിരിച്ചാ പിടിപ്പിച്ചു വെച്ചത്. ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തീരില്ല. ഇതിപ്പോ പിടിപ്പിച്ച സിബ് ഫുള്ള് അഴിച്ചിട്ട് ഒന്നും കൂടി പിടിപ്പിച്ച് പിന്നെ അരപ്പട്ടയൊക്കെ പിടിപ്പിച്ച് അന്ന് രാത്രിയിലത്തേക്ക് പാവാട സെറ്റാക്കി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചേച്ചി വന്നപ്പോൾ ബ്ലൗസ് 2 നാൻസി വെട്ടി വെച്ചായിരുന്നു. 2 ബ്ലൗസ് ഉണ്ട്, ഒരു ഓറഞ്ചും പിന്നെ ആ പാവാടയുടെ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ളതും. അത് രണ്ടും അപ്പൊ ചേച്ചി ചെയ്യുവാണ്. അതിനിടയ്ക്ക് നാൻസി നമ്മുടെ ബ്രൈഡിന്റെ ഒരു ബ്ലൗസ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനൊരു സാമ്പിൾ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാൽ 2-3 ബ്ലൗസിനുള്ള തുണിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഏതാണ് മാച്ച് ആവണേന്ന് അറിയാൻ വേണ്ടിട്ട് അവള് സെയിം എന്തോ എനിക്ക് മറന്നു, ഞാൻ ഉദ്ദേശിച്ചതല്ല പറയുന്നത്. അപ്പൊ 2-3 മെറ്റീരിയലൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിന് ഏത് തരത്തില് ആണ് ബാക്ക് ഒരു ഇച്ചിരി പ്രത്യേക ഒരു പാറ്റേൺ ആണ് അവള് കാണിച്ചത്. അപ്പൊ യഥാർത്ഥ തുണിയിലോട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് നാൻസി ഒരു ഡെമോ ചെയ്ത് നോക്കുവാണ്. പക്ഷെ ഇത് ചെയ്ത് നോക്കിയിട്ട് അവൾ വന്ന് ഇട്ട് കേട്ടോ, ഒരു രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് നമ്മള് നിരുപാധികം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എടുത്തേക്കുന്ന തീരുമാനം ബാക്കിൽ ഒരു പാറ്റേണും വേണ്ട, സാധാ മറ്റേ വട്ടക്കഴുത്ത് മതിയെന്ന് പറഞ്ഞിട്ടാട്ടോ പുള്ളിക്കാരി പോയേക്കുന്നത്. അതിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. നാൻസിക്കും ഇഷ്ടപ്പെട്ടില്ല, അവൾക്കും ഇഷ്ടപ്പെട്ടില്ല, ഞാനത് കണ്ടുമില്ല. അങ്ങനെ ഇവിടെ തകൃതിയായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഫിനിഷ് ചെയ്തതിന്റെ അന്ന് വൈകുന്നേരം ആള് വരും കേട്ടോ വാങ്ങാനായിട്ട്. അത് ബെഹ്റിനിലോട്ട് പോകാനുള്ളതാണ്. ഫ്രണ്ട് പോകുമ്പോൾ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തു വിടാനാണ് പറഞ്ഞിരുന്നത്. ഇതാട്ടോ അപ്പൊ കുഞ്ഞിന് ഉടുപ്പ് ഇറക്കൊക്കെ ഒന്നും കൂടി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് മാച്ചായിട്ട് അമ്മ ഓറഞ്ച് ബ്ലൗസ് ഇടുമ്പോൾ കുഞ്ഞിന് മാച്ച് തോന്നിക്കാനായിട്ടാണ് ഈ ഷ്രഗ് പോലെ ചെയ്തേക്കുന്നത്. പിന്നെ ബോർഡ് കാര്യം അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ നാൻസി പാവാടയും ബ്ലൗസും സെറ്റ് സാരിയാണ് കേട്ടോ. സെറ്റ് സാരിയാ? അല്ല, സെറ്റ് സാരി ഒന്നുമില്ല. ധാവണിയുടെ മലയാളം സെറ്റ് സാരിയാണ്. മലയാളം ധാവണിയുടെ അടുത്ത പേര് സെറ്റ് സാരി. സെറ്റ് സാരി അല്ല പോ, ധാവണിയുടെ അല്ല സെറ്റ് അല്ല, സെറ്റിന്റെ മറ്റേ ധാവണിയാണ് ധാവണി സെറ്റ്. അപ്പം സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ പാവാടയും ടോപ്പും. ഇതിനിടാനായിട്ട് ഒരു മെറൂൺ കളറിലെ ഷോൾ ഉണ്ട് കേട്ടോ. അതിബുദ്ധിമതിയാണ്. അപ്പൊ ഈ പാവാട ഒറ്റ പാവാട പലതരത്തിൽ ഉപയോഗിക്കാനുള്ള പ്ലാനിങ് കൊണ്ട് നമ്മളെല്ലാവരും പറഞ്ഞു. വേറൊരു മെറൂൺ കളറിലൊരു ദുപ്പട്ടയുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന് നമുക്ക് ഓറഞ്ച് കളറിലെ ദുപ്പട്ടയും പെയർ ചെയ്യാം. ഇതും ഇതിന്റെ മറ്റേ കറക്കി റൗണ്ടായിട്ട് എടുക്കൂലേ, പിന്നെ ഈ ബ്ലൗസ് ഇല്ലാത്തപ്പോ ബോറടിക്കുകയാണെങ്കിൽ ഈ ബ്ലൗസ് ഇടാം. ഇതാണ് ഈ സെറ്റാണ് സൂപ്പർ എന്ന് തോന്നണല്ലേ. ഒന്നും കൂടി നല്ല രസമുണ്ട് ഓറഞ്ച് കാണാനായിട്ട് ഷോളും. അപ്പൊ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അമ്മ ഇതിടുമ്പം കൊച്ചിന് കോട്ടിട്ട് കൊടുക്കും. ഒരു കൈ പിടിച്ച് ചേച്ചിന് വളർത്തായിരുന്നു. അല്ല ഇതിങ്ങനെ വന്നേക്ക്. ഇതാണ് മെറൂൺ ഷോൾ കേട്ടോ. അപ്പം മെറൂണിനേക്കാളും ഭംഗി, മെറൂൺ നല്ലതാണ്, മെറൂണിൻ്റെതായ ഭംഗി ഉണ്ടല്ലോ. എന്നാലും ഇതിൽ രണ്ടിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി കൂടി ഓറഞ്ചാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇതെല്ലാം ഇനി ചെയ്യേണ്ടത് ഭദ്രമായിട്ട് ഏറ്റവും എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വിടണമെന്നാണ്, പാക്ക് ചെയ്യണമെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ കൊറിയർ കവറൊക്കെ വാങ്ങിച്ചു, എല്ലാം നല്ല ഒതുക്കി അങ്ങ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓറഞ്ചൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തേക്കോ, കാരണം എങ്ങാനും വല്ല കളറൊക്കെ പിടിച്ചാലോ.